ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ നേതൃത്വം വെവ്വേറെ തന്നെ കാണുകയാണ്. അന്തിമ ചർച്ചയാണ് ഡൽഹിയിൽ നടക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരും KPCC മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ 11 മണി മുതൽ സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ നേതാക്കളെയും പ്രത്യേകമായി ഹൈക്കമാൻഡ് കാണും. മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് പിന്നിൽ പ്രിയങ്ക ഗാന്ധി എന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലെത്തിയ ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിപ്പിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് VD സതീശൻ പക്ഷം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന നിഗമനത്തിൽ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയാകാൻ ഒരു വശത്ത് ചരടുവലിയും തുടങ്ങിയിട്ടുണ്ട്. വിവിധയിടങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ D ധനസുമോദ് ദില്ലിയിൽ നിന്ന്, സുനിൽ ഐസക് തിരുവനന്തപുരത്ത്. ആദ്യം സുമോദിലേക്ക്. സുമോദ്, 11 മണി മുതൽ ചർച്ച നടക്കും. KPCC അധ്യക്ഷന്മാർ വിളിപ്പിച്ചതനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. മുല്ലപ്പള്ളിയും സുധീരനും മാത്രമാണ് എത്താത്തതുള്ളെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മുരളീധരൻ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്ന്, വർക്കിംഗ് പ്രസിഡന്റുമാരും എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകമായി കാണും. അപ്പോൾ ഈ കാണുന്ന സമയത്ത് അവരോട് നിങ്ങൾ ആരെ പിന്തുണക്കുന്നു എന്ന അഭിപ്രായമാണോ ചോദിക്കുന്നതല്ല, ഒരു പേരിലേക്ക് നിലവിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അത് എങ്ങനെ നേരിടേണ്ടി വരും, അതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട്, അത് ഇനിയിപ്പോൾ ഒരു എതിർ വികാരം ഉണ്ടായാൽ തന്നെ അത് പരമാവധി കുറയ്ക്കാനും അനുനയിപ്പിക്കാനുള്ള അവരുടെ പിന്തുണ, ഇതൊക്കെ തേടാൻ വേണ്ടിയിട്ടാണോ ഈ നേതാക്കളെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രതികരണം പറഞ്ഞോളൂ. നമ്മളിപ്പോൾ കണ്ട പ്രതികരണം MM ഹസന്റേതാണ്. കാര്യം ഇവിടെ നേരത്തെ എത്തിയിരിക്കുന്ന ആളുകൾ, അതായത് നേതാക്കന്മാർ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് കേരളത്തിന് ഇതുവരെ അറിയാവുന്ന നേതാക്കന്മാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവഞ്ചൂർ അദ്ദേഹം KC വേണുഗോപാലിനൊപ്പമാണ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഇവർ KC വേണുഗോപാലിൻ്റെ ഒപ്പമാണ്. പക്ഷെ അപ്പോഴും സംശയമുണ്ടായിരുന്നു MM ഹസൻ ആരുടെ ഒപ്പമാണ്, ഏത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന്. അത് അദ്ദേഹം പച്ചയായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ജനവികാരം എന്നുള്ളത് കണക്കിലെടുക്കണ്ടേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ജനവികാരം എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെക്കുറിച്ചാണ് നമ്മളത് ചോദിച്ചത്. VDS അനുകൂല പ്രകടനങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്. പക്ഷേ ഈ തരത്തിലുള്ള ജനവികാരം എന്ന് പറയുന്നത് UDF കിട്ടിയ വോട്ടാണ്. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ UDF അനുകൂലമായിട്ടുള്ള ആ ഒരു തരംഗം, റിസൾട്ട്, അത് മാത്രമാണ് ജനവികാരമായിട്ട് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. അതായത് ഈ മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വികാര പ്രകടനങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ചർച്ചകളെയും പൂർണ്ണ അർത്ഥത്തിൽ MM ഹസൻ തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ഡൽഹിയിലെത്തിയ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും KC വേണുഗോപാലിനെ പിന്തുണക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഒരു ചർച്ച പൂർണ്ണമായി അവസാനിപ്പിക്കുകയാണ്, ഇനി ഒരു പ്രഖ്യാപനം മാത്രമായി ഉണ്ടാകൂ എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിന് ശേഷം ഈ ചർച്ചയുടെ വാതിൽ തുറന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ സമയത്താണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടിയത്. ഇത് കൃത്യമായ ആശങ്ക അറിയിച്ചത്, വിയോജിപ്പ് അറിയിച്ചത് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് കേരളത്തിലെ പല ഇടങ്ങളിൽ നിന്നും കൃത്യമായി ജനങ്ങളുടെ പൾസ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിരുന്നു. പല ലിങ്കുകളും ഉണ്ടായിരുന്നു. അതിൽ ചില റിപ്പോർട്ടുകളിൽ, ചില പ്രതികരണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ സംസാരിക്കുന്ന വീഡിയോ കൂടി ഉണ്ടായിരുന്നു. അതടക്കമാണ് പ്രിയങ്ക ഗാന്ധി ഇതിനകം തന്നെ റിപ്പോർട്ടാക്കി അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി പറയുന്നതാണ്, കേവലം നമ്പറുകൾ മാത്രം നോക്കി ഒറ്റ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല. കാരണം നമ്പറുകൾ മാത്രം നോക്കി അംഗസംഖ്യ ആർക്കാണോ കൂടുതൽ അവർ മുഖ്യമന്ത്രി ആവട്ടെ, അവർ നേതാവാകട്ടെ എന്ന നിലപാട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ നിന്നും വീണ്ടും പുതിയ ചർച്ചകളിലേക്ക് വാതിൽ തുറന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നിലപാടായിരുന്നു. പ്രിയങ്ക ഗാന്ധി റിപ്പോർട്ട് തയ്യാറാക്കുകയും പ്രിയങ്ക ഗാന്ധി റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് വിശാലമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഇനിയും വേണം. കാര്യം ഒരു ചർച്ചയും ഒരു അന്തിമമെന്ന് നമുക്കിതുവരെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ അത് മുൻ PCC അധ്യക്ഷന്മാരെ തന്നെയാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് MM ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഡൽഹിയിലെത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ 11 മണി കഴിഞ്ഞതിന് ശേഷം ഇവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിൽ VD സതീശന് അനുകൂലം അല്ലെങ്കിൽ ജനവികാരം പുറമേ കാണുന്ന ജനവികാരം പരിഗണിക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന
നേതാവ് കെ മുരളീധരനാണ്. ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാവരും ഒരു ഹൈക്കമാൻഡിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി AK ആന്റണിയുടെ ഒരു റിപ്പോർട്ട് കൂടി എങ്ങനെയാകും എന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ എല്ലാ റിപ്പോർട്ടുകളും ഒരിക്കൽ കൂടി പഠിച്ചതിന് ശേഷം വിശദമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെക്ക് സമർപ്പിക്കും. മല്ലികാർജ്ജുന ഖാർഗെ വൈകിട്ടാണ് വന്നത്, വൈകിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇതുകൂടി അദ്ദേഹം പരിഗണിച്ചതിന് ശേഷമായിരിക്കും സോണിയാഗാന്ധിയോട് അദ്ദേഹം ഇക്കാര്യത്തിൽ ആര് വേണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം അന്തിമമായി തീരുമാനിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ ഡൽഹി സംഘത്തിൽ എത്തിയവരിൽ മേൽക്കൈ KC വേണുഗോപാലിനാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം.